എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു സോഷ്യൽ മീഡിയയിലെ ഒരു കണ്ടന്റ് കണ്ടിട്ടുണ്ടേ. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടും ഒന്ന് രണ്ട് വാക്കുകൾ അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടുമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ആദ്യമേ ആ വീഡിയോ ഒന്ന് കാണാമേ. നമ്മുടെ അഡ്വക്കേറ്റ് മഞ്ജുഷ കെ മാർട്ടിൻ എന്ന് പറയുന്ന, അതായത് വാക്ക് വിത്ത് വക്കീൽ കുഞ്ഞെന്ന് പറയുന്ന ഒരു മഞ്ജുഷ അഡ്വക്കേറ്റ് ആണ്. ആ കുട്ടിയുടെ വീഡിയോയൊക്കെ ഇടയ്ക്കൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുള്ളതാണ് കേട്ടോ. പക്ഷേ ആ കുട്ടി ഇത്രയും നാൾ ചെയ്തതിൽ നിന്നും വളരെ മനോഹരമായ ഒരു കണ്ടന്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണെന്ന് തോന്നിയതുകൊണ്ട് കൂടിയാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം എൻ്റെ ഫോളോവേഴ്സും എന്തായാലും മഞ്ജുഷയ്ക്ക് എന്നേക്കാൾ ഒരുപാട് ഫോളോവേഴ്സും സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവുമാണ് ആ കുട്ടി. അപ്പോൾ ആ കുട്ടിയുടെ ഫോളോവേഴ്സ് കാണും, എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ഫോളോവേഴ്സ് കാണും കുറച്ച് പേരെങ്കിലും. അപ്പം ആർക്കൊക്കെ ഇഷ്ടപ്പെടുന്നു അവരൊക്കെ അത് ഷെയർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ മഞ്ജുഷയുടെ അക്കൗണ്ടിൽ പലരും ഇത് കണ്ടു കാണുമായിരിക്കും, എന്നാലും കാണാത്തവരുണ്ടെങ്കിൽ അവരുകൂടി ഒന്ന് കണ്ടേക്ക്. അപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. സാർ, അത് പറയാനാ ഞാൻ വന്നേ. നമുക്ക് ഈ പ്രോഗ്രാമിൽ ഏറ്റവും ഡിസർവിംഗ് ആയിട്ടുള്ള ആളെ തന്നെ കിട്ടി. ആളുടെ പേര് സേവിയർ എന്നാണ്, കൂലിപ്പണിക്കാരനാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് പുള്ളി എല്ലാ ക്രിസ്മസിനും മുടങ്ങാണ്ട് തെരുവിൽ ആരോരും ഇല്ലാത്തവരില്ലേ അവർക്ക് അന്നദാനം ചെയ്യും. അത് അദ്ദേഹം അധ്വാനിച്ച് ഉണ്ടാക്കണേന്ന് 100 രൂപ വെച്ച് ദിവസം മാറ്റി വെച്ചിട്ട്. സാർ, ഇങ്ങനെ ഒരാൾ ഇന്റർവ്യൂ ചെയ്തത് എത്ര പേർക്ക് ഇൻസ്പിറേഷൻ ആവും. നാട്ടുകാരെ മാതൃ പഠിപ്പിക്കാനുള്ളവരുടെ ഉള്ളത്. നമ്മുടെ ചാനലിന് 10 പൈസ ഉണ്ടാക്കുള്ളവരുടെ സെലിബ്രിറ്റീസിന് അല്ലാതെ വേറെ ആരുടെ പരിപാടി നമ്മൾ ചാനൽ ചെയ്യുന്നില്ല. സാർ പ്ലീസ്. വേറെ ആരുടെ പേര് പറയണ്ട. ഉണ്ട് സാർ, വിഷ്ണുദാസ് ഡിഗ്രി സ്റ്റുഡന്റ് ആണ്. പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സ്പോർട്സ് ഐറ്റംസിനും വിന്നറാണ്. കൂടാതെ ക്ലാസ് ടോപ്പറും കൂടി. സോഷ്യൽ സ്റ്റഡീസ് നിർത്തിയിട്ടെ അയാൾക്ക് ഇൻസ്റ്റയിൽ എത്ര ഫോളോവേഴ്സ് എന്ന് പറയും? 10.2K. സാർ, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. സാർ, ഈ പറഞ്ഞ വിഷ്ണുവിന് അച്ഛനില്ല. ആകെ ഉള്ളത് വയ്യാത്തൊരമ്മ അനിയത്തിയും മാത്രമാണ്. ഇവരെ നോക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാസ് കഴിഞ്ഞ് പാർട്ട് ടൈം വർക്കിനും കൂടി പോകുന്നുണ്ട്. അങ്ങനെ ഒരു കുട്ടീനെ നമ്മൾ ഇന്റർവ്യൂ ചെയ്ത സമൂഹത്തിൽ എത്ര പേർക്ക് അതൊരു മാതൃകയോ. ഇനിയിപ്പോ മാതൃകയുടെ കാര്യം പോട്ടെ, ആ ഇന്റർവ്യൂ കണ്ട ഏതെങ്കിലും മനസ്സിലുള്ള ഒരാൾ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത വിഷ്ണുവിന്റെ ലൈഫ് മാത്രമല്ല, നമ്മുടെ നാടിന് നാളെ അഭിമാനിക്കാനുള്ള ഒരാളും കൂടിയാ വരാൻ പോകുന്നത്. ഇതൊക്കെ ഇട്ട് എത്ര പേര് കാണും? ഇവിടെ മാസാവസാനേ ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ശമ്പളം കൊടുക്കണ്ടേ? എന്റെ വീട്ടിൽ നിന്ന് കൊടുക്കാൻ പറ്റില്ല. എന്റെ കഞ്ഞിന് പൊട്ടിച്ചിട്ട് ഒരാൾക്കും ജീവിതം ഉണ്ടാക്കാൻ നിൽക്കണ്ട. മനസ്സിലായോ? മനസ്സിലായി സാർ. ആ പാടോ സാർ, ആ വൈറലായ തുണിവയ്ക്ക് വാസു താഴെ വന്നിരിപ്പുണ്ടല്ലോ. പുള്ളി എത്തിയ എത്ര ദിവസം പുള്ളിയുടെ ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഒരു 25,000 ഓഫർ ഇപ്പൊ വന്നത് തന്നെ. തന്നെ പോയി വേണ്ടതിലും സൽക്കരിച്ച് വിളി. ഓക്കെ സാർ. ഓക്കെ. ഇയാളെന്താ കുന്തമണി കൊല്ലിക്കണം? പോയ ബാഗ് റെഡി ആവണം. ഇതിൽ നല്ല റേറ്റിംഗ് കൂട്ടാൻ പറ്റുന്ന ആളെ കിട്ടാനില്ല. ഈ ക്രിസ്മസിന് അത് മതി. സാർ, ഞാൻ അയാളുടെ പല വീഡിയോസും കണ്ടിട്ടുണ്ട്. എന്തൊക്കെ വൃത്തിയുടെ ഇയാൾ ചാനലിൽ കയറിയിരുന്ന് പറയണത്. എന്താ ഞാൻ അയാളോട് ചോദിക്കേണ്ടത്? ഈ വഴി പോണ പെണ്ണുങ്ങളെയൊക്കെ നോക്കി തുണിവൊക്കെ കാണിക്കുമ്പോൾ അയാൾക്ക് എന്ത് സന്തോഷം കിട്ടണമെന്നോ? ഇയാളുടെ ശല്യം സഹിക്കാൻ പറ്റാതെ അവിടുത്തെ നാട്ടുകാരും പോലീസുകാരും കൂടി ഇയാളെ മാനസികാശുപത്രി കൊണ്ടാക്കിയതാ. അവിടെ നിൽക്കേണ്ടി വന്ന ഞാൻ മേളിൽ നിന്ന് എടുത്ത് ചാടുന്നും പറഞ്ഞ് അത് പേടിച്ചിട്ടാണ് ഇയാളെ പുറത്തിറക്കി വിട്ടത്. എന്നിട്ട് അയാളെയൊക്കെ പിടിച്ചിരുന്ന് നമ്മൾ ഇന്റർവ്യൂ ചെയ്യണം. സാർ, ദയവേത് ഇങ്ങനെയുള്ളവരെ സെലിബ്രിറ്റികളായി ചിത്രീകരിച്ച് വളർത്തിക്കൊണ്ട് വരരുത്. ഇതിൽ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇതേ പ്രവണതയുള്ള ആൾക്കാർ ഇയാളെ നാളെ അനുകരിക്കാൻ തുടങ്ങും. ഇത് കണ്ട് വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് ശരി ഏതാ തെറ്റെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയും. പേരിനും പണത്തിനും പ്രശസ്തിക്കും വേണ്ടി അവരും നാളെ ഓരോ മാർഗങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങും. നമ്മുടെ നാടിന്റെ അന്തസ്, സംസ്കാരം, മാന്യത, മോറൽ വാല്യൂസ്, ക്രമസമാധാനം എല്ലാം തകരും. സമൂഹവും മനുഷ്യരും നശിക്കും. തന്നെ ഈ കഥാപ്രസംഗം നിർത്തിയിട്ടേ പറഞ്ഞ പണി ചെയ്യാൻ പറ്റുമോ? പറ്റില്ല സാർ. നാളെ പോലെ താൻ ഇവിടെ ജോലിക്ക് വേണ്ട. റിസൈൻ ലെറ്റർ കൊടുത്തിട്ട് എനിക്ക് പോവാം. സത്യം പറയുമ്പോൾ എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെ. അതിപ്പോ നീതി നടപ്പിലാക്കേണ്ടവർ തുടങ്ങി നേര് ചൂണ്ടിക്കാണിക്കേണ്ട മാധ്യമങ്ങൾ വരെ. എല്ലാവരുടെ അടിസ്ഥാന പ്രശ്നവും പേടിയും ഒന്ന് തന്നെ, സ്വന്തം നിലനിൽപ്പ്. തെറ്റാന്ന് ഉറപ്പുള്ള കാര്യത്തിന് കൂട്ടു നിൽക്കില്ലെന്ന് ഓരോ വ്യക്തിയും തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ നമ്മുടെ നാടിൽ. പക്ഷേ ഗതികേടിന് അതിൽ ചില നാട്ടുകാർ തന്നെയായി തെറ്റിന് വളമിടുന്നത്. അപ്പോൾ മഞ്ജുഷ ഇതിനകത്ത് ചൂണ്ടിക്കാട്ടിയ ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് എനിക്കും പറയാനുണ്ട് കേട്ടോ. ഒന്ന്, എല്ലാവരുടെയും നിലനിൽപ്പ്, അതാണ് ഏറ്റവും പ്രധാനം. 2, മഞ്ജുഷ പറഞ്ഞതുപോലെ പേടിയാണ് സമൂഹത്തിൽ. ഞാനത് പറഞ്ഞാൽ എങ്ങനെയാവും, എനിക്കെതിരെ വരുന്ന റിയാക്ഷൻസ്, അല്ലെങ്കിൽ എൻ്റെ ജോലി പോകുമോ, എൻ്റെ സാലറി നഷ്ടപ്പെട്ടാൽ എൻ്റെ വീടെങ്ങനെ മുന്നോട്ട് പോകും, തുടങ്ങിയ ഒരുപാട് ആവലാതികളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇതേപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോടാണ് എനിക്ക് ദയവായിട്ട് പറയാനുള്ളത്. ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ ഒന്നുമല്ല,
എനിക്ക് ചില കാര്യങ്ങളെപ്പറ്റി സംസാരിക്കണം എന്ന് തോന്നുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലത്തുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഇപ്പോൾ മഞ്ജുഷ ചെയ്തതുപോലെയുള്ള നമ്മുടെ മോറൽ വാല്യൂസ് കീപ്പ് ചെയ്യുന്ന നല്ല നീറ്റായിട്ടുള്ള വീഡിയോസ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടി മറ്റുള്ളവരുടെ മുന്നിലേക്ക്, അതായത് സാധാരണ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളെല്ലാവരും കാണുന്നതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുക എന്ന് പറയുന്ന ഒരു രീതിയിലും ഒരു നാടിനോ അല്ലെങ്കിൽ ഇനി വളർന്നു വരുന്ന ഒരു സമൂഹത്തിനോ ഒരു രീതിയിലുള്ള ഒരു മാതൃകയും കാണിച്ചു കൊടുക്കാത്ത രീതിയിലുള്ള വ്യക്തികളാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടി വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്നത് പോലെയുള്ള ഒരുപാട് കാലിബറുള്ള കഴിവുള്ള സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ അവരെ ഒന്നും ഇന്റർവ്യൂ ചെയ്യാനോ അവരുടെ ഒന്നും വീഡിയോ എടുത്ത് സാധാരണക്കാരുടെ ഇടയിലേക്ക് എത്തിക്കാനോ ഒന്നും ഈ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സോ ഒന്നും തയ്യാറാകുന്നില്ല. ഈ പറഞ്ഞതുപോലെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് പറയുന്നൊരു ഷോയുടെ ഇടയ്ക്ക് വന്ന ഒരു സ്ത്രീയുടെ വീഡിയോ ശ്രദ്ധിക്കുകയുണ്ടായി. ഒരു പരിചയവുമില്ലാത്ത ആർക്കോ അവരുടെ 20% കരൾ അവര് ഡൊണേറ്റ് ചെയ്തു. ഒരു പരിചയമില്ലാത്തൊരു വ്യക്തിയാണ്. അവരുടെ റിലേറ്റീവോ വീട്ടിലുള്ളവരോ ഭർത്താവോ കുഞ്ഞുങ്ങളോ ആരുമല്ല. ഒരു പരിചയവും അവർക്കില്ല ആ വ്യക്തിയെ. പക്ഷെ അവർക്ക് അവരുടെ കരളിന്റെ 20% അവര് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവർ വന്നു. അവരുടെ കരൾ വളർച്ച വന്നുകൊണ്ടിരിക്കുന്നു. ഒരു കുഴപ്പമില്ല. അവര് ഫിസിക്കലി ഇപ്പൊ ഫിറ്റ് ആണെന്നാണ് അവർ പറഞ്ഞത്. അതേപോലെയുള്ള അവരെയൊക്കെ വിളിച്ചിരുത്തി ഒരു ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ നാളെ സൊസൈറ്റിക്ക് അത് എത്ര പേർക്ക് മാതൃകയാവും. ഒരു സൂചി കണ്ടാൽ പോലും വിറയ്ക്കുന്നതാണ് ഞാൻ. അപ്പൊ എന്നെ പോലെ ഒരുപാട് പേര് കാണും സമൂഹത്തിൽ. ഇപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ഇടയിൽ നിന്ന് ഒരു കരള്, ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമൊക്കെ മറ്റൊരാൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എത്രയോ മണിക്കൂർ നീണ്ട ഒരു സർജറിക്ക് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് കിടക്കുക എന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ വീഡിയോ അല്ലേ നമ്മളെടുത്ത് മറ്റുള്ളവരുടെ മുന്നിലേക്ക് എത്തിക്കേണ്ടത്? അല്ലാതെ എങ്ങും എത്താത്ത തുണിയും എടുത്ത് 1.5 കീറ് തുണിയുമായിട്ട് വന്ന് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ കോമാളിത്തരവും കോപ്രായങ്ങളും കാണിച്ച് അത് വൈറലായി, അത് കണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്ത് അവരെ സെലിബ്രിറ്റികളായി ചിത്രീകരിച്ചിട്ട് നമ്മൾ എന്ത് മാതൃകയാണ് മഞ്ജുഷ പറഞ്ഞതുപോലെ നമ്മൾ സൊസൈറ്റിക്ക് കൊടുക്കുന്നത്? നാളെ നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ, എൻ്റെ മക്കൾ ഉൾപ്പെടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളും ഇതേപോലെ വൈറലാവാൻ വേണ്ടി എന്ത് കോമാളിത്തരവും കാണിക്കും. അവർക്കൊരു വ്യക്തിത്വം ഇല്ലാതാവും, അവർക്കൊരു മോറൽ വാല്യൂ ഇല്ലാതാവും. അവരൊരു സൊസൈറ്റിയിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവർക്ക് മനസ്സിലാകാതെ വരും. അവർ പേരൻസിന് നല്ല മക്കളാവില്ല, സമൂഹത്തിന് നല്ല വ്യക്തികളാവില്ല, അവരുടെ അധ്യാപകർക്ക് നല്ല വിദ്യാർത്ഥികളാവില്ല, അവരുടെ ഗ്രാൻഡ് പേരൻസിന് അവർ നല്ല പേരക്കുട്ടികളാവില്ല. ഇതൊക്കെ നമുക്ക് വരാനിരിക്കുന്ന ഇപ്പൊ തന്നെ ഉണ്ട്. എന്നാലും ഭയാനകരമായ വെല്ലുവിളികളാണ് ഇതൊക്കെ. അപ്പം മഞ്ജുഷയ്ക്ക് എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. മഞ്ജുഷ ഇതുപോലൊരു കണ്ടന്റ് എടുത്ത് അത് ക്രിയേറ്റ് ചെയ്ത് അതൊരു വീഡിയോ ആയിട്ട് ചിത്രീകരിച്ച് മഞ്ജുഷയുടെ അത്രയും സോഷ്യൽ മീഡിയയിലുള്ളവരും അത് കാണും. ഇപ്പം എൻ്റെ കാണുന്നവരോട് ഞാൻ പറയുകയാണ്, ഒന്നുകിൽ എൻ്റെ ഈ വീഡിയോയോ അല്ലെങ്കിൽ മഞ്ജുഷയുടെ അക്കൗണ്ടിൽ കയറിയിട്ട് ആ വീഡിയോയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് ഈ ഒരു വീഡിയോ നിങ്ങൾ പ്രചരിപ്പിക്കണം. എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ എത്തണം. മഞ്ജുഷ പറഞ്ഞതുപോലെ കൂലിപ്പണിക്കാരും അല്ലെങ്കിൽ സ്പോർട്സിലും ആർട്സിലും കലാപരമായും ഒരുപാട് ഉയർന്നു നിൽക്കുന്ന, സാമ്പത്തികമായി ഒരുപാട് പിന്നിലേക്ക് നിൽക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരുപാട് കഴിവുള്ള ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പൊ അവരെയൊക്കെ വിളിച്ചിരുത്തി ഒരു ഇന്റർവ്യൂ നടത്തുന്നത് എൻ്റെ ഓൺലൈൻ മീഡിയാസിനോട് കൂടിയാണ് ദയവായിട്ട് ഞാനിത് പറയുന്നത്. അവരെയൊക്കെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ നടത്തിയാൽ അവരെ ആരെങ്കിലും സ്പോൺസർ ചെയ്യുകയോ അവരുടെ ലൈഫ് സെറ്റാവും. അവരുടെ ലൈഫ് സെറ്റാവുന്നതല്ല, നാളെയുടെ വാഗ്ദാനവും പ്രതീക്ഷയുമായിട്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ ആവട്ടെ പേര് ഉയർത്തിക്കൊണ്ട് വരാനും ആ ഒരു വ്യക്തിക്ക് സാധിക്കുമായിരിക്കും. അല്ലാതെ ഈ കോപ്രായം കാണിക്കുന്നവരെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു നിമിഷത്തെ റീച്ചും വൈറലും സമ്പത്തും മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പം ഈ മാധ്യമങ്ങളായാലും മീഡിയാസ് ആയാലും നിങ്ങളെല്ലാവരും നിങ്ങളുടെ അപ്പോഴത്തെ നിലനിൽപ്പ് മാത്രം ശ്രദ്ധിക്കാതെ ദയവായിട്ട് ഇങ്ങനെ കൂടി നിങ്ങൾ പ്രൊമോട്ട് ചെയ്തു വരുമ്പോൾ ഈ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കണ്ടന്റ് പോകുന്നതനുസരിച്ച് സൊസൈറ്റി വന്നുകൊണ്ടിരിക്കും കേട്ടോ. കാരണം ഈ കണ്ടന്റിന്റെ പിറകെയാണ് ഇപ്പം എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കണ്ടന്റ് ഇങ്ങനെ മാറി ചിന്തിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ ആദ്യം 1-2 പ്രാവശ്യം അതിന്റെ വ്യൂസും കാര്യങ്ങളും ഒക്കെ കുറഞ്ഞാലും ഇതൊരു പ്രവണതയായി, ഇതൊരു ട്രെൻഡായി, ഇതൊരു വൈറൽ റീൽസ് ആയി മാറിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള ആളുകളെ തേടി പിടിക്കാൻ തുടങ്ങും. അവരിനി ഏത് ഗുദാമിലാണെങ്കിലും അവരെ പോയി കണ്ടുപിടിച്ച് അന്വേഷിച്ച് തിരക്കി പിടിച്ച് അവരുടെ ഇന്റർവ്യൂ നടത്തുകയും അവരെ എല്ലാ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഈ മഞ്ജുഷയെ പോലെ തന്നെ നല്ല ഇതുപോലത്തുള്ള വ്യക്തികളെ വിളിച്ചിരുത്തി നല്ല നല്ല
കണ്ടന്റുകൾ ഇതുപോലുള്ളത് ക്രിയേറ്റ് ചെയ്ത് നല്ല മോറൽ വാല്യൂസും നല്ല വ്യക്തിയായി നമ്മുടെ സൊസൈറ്റിയിൽ വളർന്നു വരാനുള്ള ആശയങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, ദയവായിട്ട് പ്രചരിപ്പിക്കണം. ഞാനൊരു പൊളിറ്റിക്കൽ സയൻസ് അധ്യാപിക കൂടിയാണ്. ഈ മഞ്ജുഷ അഡ്വക്കേറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എൻ്റെയും മഞ്ജുഷയുടെയും ഒക്കെ സബ്ജക്റ്റ് ഏകദേശം റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ വാല്യൂസും കാര്യങ്ങളും നമ്മുടെ സൊസൈറ്റിയിൽ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ വളരെ ധാർമ്മിക ബോധത്തോടു കൂടിയാണ് മഞ്ജുഷ സംസാരിച്ചത്. അതേ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. ആ ഒരു കണ്ടന്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും പിന്നെ മഞ്ജുഷയ്ക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഹാൻഡ്സ് ഓഫ് മഞ്ജുഷ. ഇതുപോലത്തുള്ള നല്ല നല്ല കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് അത് വീഡിയോ ആയി ചിത്രീകരിച്ച് അത് സോഷ്യൽ മീഡിയയിലൂടെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് എത്തിക്കുക. അതുവഴി നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെടാതെ കിടക്കുന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ മുന്നിലേക്ക് മുഖ്യധാരയിലേക്ക് വരട്ടെ. താങ്ക് യു.